നായകനായും സഹനടനായും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഇർഷാദ് അലി കരിയറിൽ ഒരുപിടി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നാണ് പാഠം 1 ഒരു പിലാവം എന്ന സിനിമയിലെ റസാക്ക്. 2003 പുറത്തിറങ്ങിയ സിനിമയാണിത്. മീര ജാസ്മിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്കാര പുരസ്കാരവും മീരയ്ക്ക് നേടിക്കൊടുത്തു. ഈ സിനിമയെക്കുറിച്ച് ഇർഷാദ് അലി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അറിഞ്ഞിടത്തോളം മീര ജാസ്മിൻ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് തോന്നുന്നു. സേതുരാമ CBI ഇറക്കി അന്വേഷിച്ചിട്ടും എന്തെങ്കിലും വക്കീലിനെ ബന്ധപ്പെട്ടോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുക്കണോ അതോ ഒളിവിൽ പോണോ എന്നാണ് ഇർഷാദ് അലിയുടെ പോസ്റ്റ്. നടി ശ്വേതാ മേനോനെ പിന്തുണച്ചതിനെ കൊണ്ടാണ് ഇർഷാദ് അലി ഇങ്ങനൊരു പോസ്റ്റ് പങ്കുവച്ചത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ശ്വേതാ മേനോനെ നഗ്നത കാണിച്ച് അഭിനയിച്ചുവെന്നും ഈ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിച്ചുവെന്നും ആരോപിച്ച് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തി ശ്വേതയ്ക്കെതിരെ പരാതി നൽകുകയും കോടതി നിർദ്ദേശത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ശ്വേതയെ അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ നിയമം ദുരുപയോഗം ചെയ്യുന്ന എന്ന വിമർശനം വന്നിരിക്കെ ഇർഷാദ് അലിയുടെ ഈ പോസ്റ്റും. പാഠം 1 ഒരു വിലാപം എന്ന സിനിമയിൽ പ്രായപൂർത്തിയാകാത്ത മീരയുടെ കഥാപാത്രത്തെ വിവാഹം ചെയ്ത് ഗർഭിണിയാക്കുന്ന കഥാപാത്രമാണ് ഇർഷാദ് അലിയുടെ. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, രതിനിവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങൾ ഗർഭനിരോധന ഉറയുടെ പരസ്യവുമായി ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ട CJM കോടതി നടപടിക്കെതിരെ ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഈ സിനിമയുടെ സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ അശ്ലീല സൈറ്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് മാർട്ടിൻ മേനച്ചേരി പറയുന്നു. ശ്വേത അമ്മയൻ സംഘടന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെതിരെയുള്ള നീക്കമാണെന്ന് വാദം വ്യക്തമാണ്. ഇതിന് പിന്നിൽ ബാബുരാജാണ് എന്ന സംശയം നടി മാല പാർവതി പ്രകടിപ്പിക്കുകയും ചെയ്തു. ബാബുരാജ് അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയ ശേഷമാണ് ഇങ്ങനൊരു ആരോപണം വന്നത്. ആരോപണങ്ങൾക്ക് പിന്നാലെ ഗൂഢതന്ത്രത്തെക്കുറിച്ച് അന്വേഷിക്കണം. സംഘടനയിലെ പലർക്കും ബാബുരാജിനെ ഭയമാണെന്നും പറയുന്നു.